മെർസി വരും, വരാനുള്ള സംവിധാനങ്ങളെല്ലാം റിപ്പോർട്ടർ TV ഒരുക്കിയിട്ടുണ്ട്, അതിന് വേണ്ട കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. എവിടുന്നാണ് ഈ സമയത്തൊരു വാർത്ത പൊട്ടിപ്പുറത്തെന്ന് എനിക്കറിയില്ല. അതിന് ചിലപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അങ്ങാടി തോറ്റേന് അമ്മയോടെന്ന് പറയുന്ന ശൈലിയിലുള്ള വാദ്യ പ്രവർത്തനമാണ് ഇപ്പോൾ ഇത് വാർത്ത വരാനുള്ള കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ മെസ്സിനെ കൊണ്ടുവരാനുള്ള ആഗ്രഹം കൊണ്ടോ മെസ്സി വരില്ല എന്ന് പറയാൻ ഉള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരും, മെസ്സി വരാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വലിയ സപ്പോർട്ടാണെന്ന്. ഗവൺമെൻറ് അല്ലല്ലോ പണം മുടക്കുന്നത്, പണം മുടക്കുന്നത് റിപ്പോർട്ടർ TV ആണ്. റിപ്പോർട്ടർ TV പണം മുടക്കുമ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കണം. ഇപ്പം ഞാൻ അവർ പറയുന്ന ക്രൈറ്റീരിയ ഒന്നും നോക്കാതെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പണം അയച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക, അതിനനുസരിച്ച് ടീമിനെ ഉണ്ടാക്കാൻ പറയും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആരോട് ഞങ്ങൾ കളിക്കണമെന്ന ടീമിനെ ഞങ്ങൾ ഉണ്ടാക്കണം. ഏത് പിന്നെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നമ്മൾ കളിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അവർക്ക് വരുന്ന ഫ്ലൈറ്റ് ബിസിനസ് ക്ലാസ്സിൽ വേണമെന്ന് പറയുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. ഈ പണം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് അയക്കണമെങ്കിൽ ഇവിടുത്തെ പണം അയക്കുന്ന ഇന്ത്യൻ നിയമപ്രകാരമുള്ള ഒത്തിരി ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയയ്ക്ക് പണം അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ രാവിലെ നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് പണം അയക്കാൻ പറഞ്ഞാൽ പണം അയക്കില്ല. അയക്കണമെങ്കിൽ അതിൻ്റേതായ അപ്രൂവൽ ഒത്തിരി എടുക്കണം. ആ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഞങ്ങളോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആ അപ്രൂവലിൻ്റെ ഭാഗമാണ് പിന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ, RBIൻ്റെ പെർമിഷൻ, ഫിനാൻസിൻ്റെ പെർമിഷൻ, അങ്ങനെയുള്ള ഒത്തിരി ക്രൈറ്റീരിയകളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അതിന് ഞങ്ങൾക്ക് സമയമുണ്ട്. അതിന് നിയമ നടപടി സ്വീകരിച്ചു, അത് ചെയ്തു, ഇത് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ആകാശത്തു നിന്നുണ്ടായ സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെയും കൂടെ AFAൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവരവിടെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിന് പോസിറ്റീവ് റെസ്പോൺസാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പറയുന്ന വാർത്തയൊക്കെ അടിസ്ഥാനരഹിതമാണ്. മെസ്സി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക, ഞാൻ മാത്രമല്ല. ഇത് എനിക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. ഞാൻ ഗവൺമെൻറ്റിനോടും ഒക്കെ പറയുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള കൂടുതൽ എഫേർട്ട് എനിക്ക് വേണം എന്ന് പറയുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളും കൂടെ ചെയ്തു തരണം. അപ്പം ഇത് ഇല്ല എന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ ഒന്നും എനിക്ക് പറയാനില്ല. അത് തീരുമാനിക്കേണ്ട AFA ആണ്. ഇന്ത്യയിൽ കളിക്കണോ തീരുമാനിക്കേണ്ടത് AFA ആണ്. റിപ്പോർട്ടർ TV എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യും. അതിനൊരു പ്രശ്നം ഈ സമയം വരെ ഇല്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലേക്ക് പറയാനുള്ളത്. അല്ല, മന്ത്രിയായിട്ട് ആശയവിനിമയം നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഒരു ഇടനില നിന്നിട്ടുള്ളത്. ഇടനില എന്ന് പറയുന്ന ഉദ്ദേശം വേറെ ഒരർത്ഥത്തിലല്ല. അവരാണ് പിന്നെ കേരളത്തിലേക്ക് ഫുട്ബോൾ അസോസിയേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനീനെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ഇത് ചെറിയൊരു എമൗണ്ടിൻ്റെ കാര്യമല്ലാന്നേ, ഇത് വലിയ രീതിയിലൊരു എമൗണ്ട് വരുന്ന കാര്യമാണ്. ഈ വരുന്ന എമൗണ്ട് തിരിച്ചു വരണ്ടേ, അതെങ്ങനെ വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം, ഏത് സമയത്ത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് കാൽക്കുലേറ്റ്. അപ്പം മന്ത്രി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യയിലേക്ക് ക്ഷണിക്കാം. ഇന്ത്യയിലേക്ക് ക്ഷണിച്ചാൽ വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ടീം വേണം അവരെ കൊണ്ടുവരാൻ, ഒരു ഏജൻസി വേണം. ആ ഏജൻസി എന്ന് പറയുന്നത് ഞങ്ങളാണ്. ഒരു ഫെസിലിറ്റേറ്റർ ആരാ? ഞങ്ങളാണ്. അപ്പം ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ആ കാര്യം മന്ത്രിക്ക് അറിയാം, ഗവൺമെൻറ്റിന് അറിയാം. ഗവൺമെൻറ് ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇങ്ങനെ ഞങ്ങൾ പിന്നെ ഫുട്ബോൾ അസോസിയേഷൻ വരുവാണെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ, ഞങ്ങൾ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടേ കിട്ടുള്ളൂ. നമ്മളൊരു അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻറ് അയച്ചാൽ അത്ര സമയം എടുക്കും. ഒരു പെർമിഷൻ RBIക്ക് അയച്ചാൽ അത്ര സമയം എടുക്കും. അങ്ങനെ ഒത്തിരി പെർമിഷൻസ് വേണം. ഇപ്പോൾ ഉദാഹരണം പറയേണ്ടത്, ഇപ്പം കൊച്ചി സ്റ്റേഡിയമാണ് നമ്മൾ ആദ്യം കണ്ടിരുന്നത്. കൊച്ചി സ്റ്റേഡിയം, കാലിക്കറ്റ് സ്റ്റേഡിയം. ഈ രണ്ട് സ്റ്റേഡിയത്തിലും നമുക്കിപ്പോൾ ISL കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ISL മാറ്റി വെച്ചു. കാരണം ആ സ്റ്റേഡിയത്തിൻ്റെ ഇത് വെച്ചു. അപ്പം നമ്മളൊരു പുതിയ ഒരു സംവിധാനം നമ്മളിപ്പോൾ കാണണം. നമ്മളെന്താ പറയുക, ഒരു പിന്നെ സ്റ്റേഡിയം നമ്മൾ അതൊക്കെ ഗവൺമെൻറ് ചെയ്യും. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ ചെയ്യും, ഏത് ചെയ്യും എന്നുള്ള പ്രശ്നമല്ല. അതൊക്കെ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. അതൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല. ഉണ്ടാവാം. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് പോസിറ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് രണ്ട് സ്റ്റേഡിയമാണ് ഉള്ളത്, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കൊച്ചിയും. അത് ഏതാണോ ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്ത് തരുന്നത്, ഇതിൽ നിങ്ങൾക്ക് കളിക്കാം, ഇത് AFA സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സ്റ്റേഡിയം വെച്ചിട്ട് കൊടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമാണെന്നാണ്. ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു പ്രൊസീജിയറാണ്. ഇപ്പം ട്രിവാൻഡ്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്, കൊച്ചിയാണെങ്കിലും നല്ലതാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഒരു 20-25 ലക്ഷം ആൾക്കാരെങ്കിലും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും ആൾക്കാരെ നമ്മൾ ഫാൻ മീറ്റിംഗ് ഉണ്ട്, 2 മാച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, പ്ലസ് ഒരു ഫാൻ മീറ്റിംഗ് ഉണ്ട്. ഫാൻ മീറ്റിംഗ് എന്ന് പറയുന്നത് അർജന്റീന ഫുട്ബോൾ ടീം ഇൻക്ലൂഡിങ് മെസ്സി അടക്കമുള്ള ജനങ്ങളെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും വേണ്ട ഫെസിലിറ്റി ഒരുക്കണം, അതൊരുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അതിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു സമയം എടുക്കുന്നു ചോദിച്ചാൽ അത് തീരുമാനിക്കേണ്ട AFA ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഉണ്ടാവും, ചൈന ഉണ്ടാവും, ഖത്തർ ഉണ്ടാവും, അങ്കോള ഉണ്ടാവും, അങ്ങനെ പല രാജ്യങ്ങളും അവരോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അവരുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ക്രൈറ്റീരിയ, ഏറ്റവും നന്നായി ഫെസിലിറ്റി ഒരുക്കുന്നവർ, ഏറ്റവും നന്നായി ഫണ്ട് കൊടുക്കുന്നവർ, അവർക്ക് ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ഇവർക്കായിരിക്കും അവരെ അലോക്കേറ്റ് ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞങ്ങളുമായിട്ട് അവരൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് ഭാഗത്ത് അവർ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു എഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ അത് കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരു എഗ്രിമെൻറ്റ് വെക്കുന്നതിന് മുന്നേ അവർ ആവശ്യപ്പെട്ട രേഖകൾ മുഴുവൻ കൊടുത്തിട്ടാണ് നമ്മൾ ഫൈനൽ എഗ്രിമെൻറ്റിലേക്ക് പോകുന്നത്. ആ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരില്ല എന്നുള്ളൊരു പ്രശ്നമില്ല. അത് വരികയും അത് കേരളത്തിൽ നടപ്പിലാക്കുകയും 2 കളിയെങ്കിലും കേരളത്തിൽ കളിക്കുകയും ഒരു ഫാൻ മീറ്റിംഗ് കളിക്കുകയും ചെയ്യുന്നു. കാരണം അവർക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്.